ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ക്യാപ്സിക്കം ബട്ടർ മസാലയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് അരമണിക്കൂർ മുമ്പേ ഇതിന് തണുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വെളിയിൽ വെച്ചേക്കുവാണ്. 1 കിലോ അളവിലുള്ള പനീർ മസാലയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒരു മീഡിയം സൈസ് സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 5 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, 3 സവാള അതും മീഡിയം സൈസിൽ അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അല്പം വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 10 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി നമുക്കിതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അല്പം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 സവാളയ്ക്ക് 4 ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി ഇല്ലാത്തതായതുകൊണ്ടാണ് 4 ടൊമാറ്റോ ചേർക്കുന്നത്. പുളി ഉള്ളതാണെങ്കിൽ 3 ടൊമാറ്റോ ചേർത്താൽ മതി 4 സവാളയ്ക്ക്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിൽ കട്ടയായിട്ട് വല്ലതുമുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ചെറുതാക്കി എടുക്കരുത്, ഇത്രയും സ്ക്വയറായിട്ട് എടുക്കുക. ഒരു ക്യാപ്സിക്കം അതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഓൾറെഡി എടുത്ത സവാളയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തത് കൊണ്ട് കറിയിൽ എടുക്കുമ്പോൾ നമുക്ക് കടിക്കാനായിട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഒരുപാട് വഴണ്ടും പോവരുത്. ഒന്ന് ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ വഴണ്ടിട്ടുണ്ട്. ഇത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ആ സെയിം കടായിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ തന്നെ ആഡ് ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 2-3 കഷ്ണം പട്ട, പിന്നെ 4 ഏലക്ക, 4 ഗ്രാമ്പു ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് എടുക്കുവാണ്. 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇടുവാണ്. അതും കൂടെ ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ തീ കുറച്ച് വെക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് അരച്ചെടുത്ത ടൊമാറ്റോയുടെ സവാളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഇത് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതുപോലെയാണ് പനീർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ചെറുതുമല്ല വലുതുമല്ലാതെ ഒരു മീഡിയം സൈസിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായത് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക്
ആ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു പിഞ്ച് കസ്തൂരി മേത്തിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കയ്യിലിങ്ങനെ ഇട്ടിട്ടൊന്ന് തിരുമ്മി പൊടിച്ചിട്ട് കൊടുക്കാം. ഈ ബട്ടർ ഇല്ലെങ്കിലും കസ്തൂരി മേത്തി ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതേ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ആഡ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് കറിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെന്തോ എന്ന് നോക്കുന്നത്, ഇത് സോഫ്റ്റായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് പനീർ വരും. ഒരുപാട് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ കട്ടിയായിപ്പോൾ. ഒരു 10 മിനിറ്റൊക്കെ മതി പനീർ കുക്കായി കിട്ടാൻ. അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ പൊടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല റെഡിയായി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.